അലിമാപ്പേ ഈ വാലറ്റ് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നും അതിൽ നിന്നും നാട്ടിലേക്ക് എങ്ങനെ വളരെ എളുപ്പം പണം സെൻഡ് ചെയ്യാമെന്നുള്ളതും കഴിഞ്ഞ വീഡിയോയിൽ നാം കണ്ടു കഴിഞ്ഞു. വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മുകളിൽ ഐ ബട്ടണിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാവുന്നതാണ്. കാണാത്തവർ വീഡിയോ തീർച്ചയായും കാണുക. ഈ വീഡിയോയിൽ അലിമാപ്പേ നമുക്ക് ഫ്രീ ആയി നൽകുന്ന വെർച്വൽ വിസ കാർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ അലിമാപ്പേയിൽ നിന്നും സദാത് പേയ്മെൻറ്റ് വഴി STC പേയിലേക്ക് എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളതും കാണിക്കുന്നുണ്ട്. അലിമാപ്പേ നൽകുന്ന വെർച്വൽ വിസ കാർഡിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു. എങ്കിലും ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഓൺലൈൻ പർച്ചേസ് നടത്താനും മദാപ്പേ, ആപ്പിൾ പേ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓഫ്ലൈൻ ഷോപ്പുകളിൽ പേയ്മെൻറ്റ് നടത്താനും സാധിക്കുന്നതാണ്. പല കാരണങ്ങളാലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കാത്ത കൂട്ടുകാർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ കൊണ്ടു നടക്കാൻ അലിമാപ്പേ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വെർച്വൽ വിസ കാർഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഞാൻ പുതിയ വീഡിയോ ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അലിമാപ്പേ ഈ വാലറ്റിൽ വെർച്വൽ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹോം സ്ക്രീനിൽ കാണുന്ന കാർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പുതിയതായി ഒരു വെർച്വൽ കാർഡ് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കാർഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ബെനിഫിറ്റ്സ് കാണിക്കുന്നുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ്, അതുപോലെ മദാപ്പേ, ഈ രണ്ട് സർവീസുകളും ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ കൺഫേം ചെയ്യാനുള്ള പേജാണ് വന്നിരിക്കുന്നത്. ഫീ എന്നുള്ളതിൽ 0 തന്നെയാണ് കാണിക്കുന്നത്. ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ തന്നെ നിങ്ങളുടെ കാർഡിൻ്റെ പിൻ കോഡ് സെറ്റ് ചെയ്യാനുള്ള പേജ് വന്നതായി കാണാം. നിങ്ങളുടെ കാർഡിന് നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന പിൻ എൻ്റർ ചെയ്യുക. പിൻ കൺഫേം ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു മദാ കാർഡ് ലഭിച്ചിരിക്കുകയാണ്. ഇത് വെറും മദാ കാർഡല്ല, വിസ മദാ കാർഡാണ്. നമുക്ക് മെയിൻ പേജിലേക്ക് പോയി നോക്കാം. കാർഡിൻ്റെ CVV നമ്പർ കാണാൻ വേണ്ടി ഷോ CVV എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതിയാവുന്നതാണ്. അവിടെ കാർഡിൻ്റെ CVV കാണുന്നതായി കാണാം. കാർഡിൻ്റെ പിൻ മാറ്റാനുള്ള ചേഞ്ച് പിൻ കോഡ് എന്നുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അതുപോലെ കാർഡ് സ്റ്റാറ്റസ് മാറ്റാനുള്ള ഓപ്ഷനുമുണ്ട്. അതായത് കാർഡ് ബ്ലോക്ക് ചെയ്യാനെല്ലാം ഇത് നമുക്ക് സാധിക്കുന്നതാണ്. ന്യൂ കാർഡ് സ്റ്റാറ്റസ് എന്നുള്ളതിൽ നിന്നും കാർഡ് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാർഡ് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള വെർച്വൽ കാർഡ് ഇപ്പോൾ ഓൺലൈൻ പർച്ചേസിംഗ് നടത്താൻ പ്രാപ്തമല്ല. കാർഡിൽ എഴുതിയതായി കാണാം ആക്റ്റീവ് വിത്തൗട്ട് ഓൺലൈൻ പർച്ചേസിംഗ് എന്നാണ് കാണിക്കുന്നത്. ഓൺലൈൻ പർച്ചേസിംഗ് നടത്താൻ കാർഡിനെ പ്രാപ്തമാക്കണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് കാർഡ് സ്റ്റാറ്റസ് എന്നുള്ളതിൽ നിന്നും ന്യൂ കാർഡ് സ്റ്റാറ്റസ് എന്നുള്ളതിൽ ആക്റ്റീവ് വിത്ത് ഓൺലൈൻ പർച്ചേസിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാർഡിൻ്റെ സ്റ്റാറ്റസ് മാറിയതായിട്ടുള്ള മെസ്സേജ് കാണാം. ഡൺ ക്ലിക്ക് ചെയ്യുക. നേരത്തെ നാം കണ്ടിരുന്ന സ്ഥാനത്തിൽ നിന്നും ആക്റ്റീവ് വിത്ത് ഓൺലൈൻ പർച്ചേസിംഗ് എന്നുള്ളതിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് ഓൺലൈൻ പർച്ചേസിംഗ് നടത്താൻ സാധിക്കുന്നതാണ്. അലിമാപ്പേ അവരുടെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന വളരെ മികച്ചൊരു സർവീസാണ് സദാത് ബിൽ പേ എന്നുള്ളത്. മറ്റു വാലറ്റുകളിൽ നിന്നും അലിമാപ്പേ ഇതിൻ്റെ പേരിൽ വളരെ വ്യത്യസ്തമാക്കുന്നുണ്ട്. നമുക്ക് പേ ചെയ്യാനുള്ള ബില്ലുകളെല്ലാം പേ ചെയ്യാൻ വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. അലിമാപ്പേയുടെ ഹോം സ്ക്രീനിൽ കാണുന്ന സദാത് ബിൽസ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇതുവരെ ബില്ലൊന്നും ആഡ് ചെയ്തിട്ടില്ലാത്തതിനാൽ ഇവിടെ ഒരു ബില്ലും കാണിക്കുന്നില്ല. പുതുതായൊരു ബില്ല് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ന്യൂ ബിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. രണ്ട് ഓപ്ഷനാണ് ആഡ് ന്യൂ ബിൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ വന്നിട്ടുള്ളത്. ഒന്ന് ആഡ് ന്യൂ ബിൽ, രണ്ട് പേ വൺ ടൈം ബിൽ. നിങ്ങൾ ആഡ് ചെയ്യുന്ന ബില്ല് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആഡ് ന്യൂ ബിൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതല്ല ഒറ്റ പ്രാവശ്യം മാത്രം പേ ചെയ്യാനുള്ള ഒരു ബില്ലാണെങ്കിൽ പേ വൺ ടൈം ബിൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ബിൽ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ആഡ് ന്യൂ ബിൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. വന്നിരിക്കുന്ന കോളത്തിൽ കമ്പനി നെയിം ഓർ ബില്ലർ കോഡ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് STC പേ എനിക്ക് നൽകിയിട്ടുള്ള സദാത് ബില്ലർ അക്കൗണ്ടാണ്. അതായത് ഞാൻ അലിമാപ്പേയിൽ നിന്നും STC പേയിലേക്ക് പണം ആഡ് ചെയ്യുകയാണ്. ഇതിനായി STC പേയുടെ ബില്ലർ കോഡായ 001 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അടുത്തതായി സർവീസ് ടൈപ്പാണ്. സർവീസ് ടൈപ്പിൽ ലാൻഡ് ലൈൻ ഫോൺ സർവീസ്, മൊബൈൽ ഫോൺ സർവീസ് എന്നീ രണ്ട് ഓപ്ഷനുണ്ട്. ഞാനിവിടെ ലാൻഡ് ലൈൻ ഫോൺ സർവീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ശേഷം അക്കൗണ്ട് നമ്പർ എന്നുള്ളതിൽ STC പേ നൽകിയിട്ടുള്ള സദാത് ബില്ലർ നമ്പർ എൻ്റർ ചെയ്യുക. വളരെ ശ്രദ്ധാപൂർവം ടൈപ്പ് ചെയ്യുക. ഇതെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നതായിരിക്കും. ശേഷം ബിൽ നിക്ക് നെയിം എന്നുള്ളതിൽ ഈ അക്കൗണ്ടിനെ
നിങ്ങൾ ആഡ് ചെയ്യുന്ന അക്കൗണ്ട് നമ്പറിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാനിവിടെ മൈ STC പേ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകാരം ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ്. ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അക്കൗണ്ട് നമ്പർ കൺഫേം ചെയ്ത ശേഷം കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ബില്ലിലേക്ക്, അതായത് STC പേയിലേക്ക് പണം സെൻഡ് ചെയ്ത് നോക്കാം. മൈ STC പേ എന്ന പേരിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള സദാദ് ബിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ നേരെ കാണിക്കുന്ന തുക വളരെ വലുതാണ്, ഓവർ പെയ്ഡ് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. അത് കാര്യമാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് പേ ചെയ്യേണ്ട ബിൽ സെലക്ട് ചെയ്ത ശേഷം മുമ്പിൽ കാണുന്ന കോളത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എൻ്റർ ചെയ്യുക. സദാദ് ബിൽ പേ മിനിമം 100 റിയാലാണ് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് ഞാനിവിടെ 100 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ശേഷം പേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ കൺഫേം ചെയ്യാൻ ആവശ്യപ്പെടുന്നതായി കാണാം. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് നമ്പർ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം അക്കൗണ്ട് ആഡ് ചെയ്യുക. ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ STC പേയിലേക്ക് ഞാൻ സെൻഡ് ചെയ്തിട്ടുള്ള പണം സക്സസ് ആയി എന്ന് കാണിക്കുന്നുണ്ട്. STC പേയിൽ നിന്നും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് 100 റിയാൽ STC പേയിൽ എത്തിയിട്ടുണ്ട്. സെക്കൻഡുകൾക്കകം നമ്മുടെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആവുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ഇത്ര മാത്രമാണ് സദാദ് പേ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്. ഇതുപോലെ ടെലിഫോൺ ബിൽ, മറ്റു ഗവൺമെൻറ് ബിൽ പേയ്മെൻറ്റുകൾ തുടങ്ങിയവയെല്ലാം അലിമ പേ ഉപയോഗിച്ച് വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്.